തീർച്ചയായിട്ടും ഇത് പ്രതീക്ഷിച്ച വിധി തന്നെയാണ്. ഇന്നിപ്പോൾ കെജ്രിവാൾ ജാമ്യം നേടി പുറത്തു വരുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ വലിയ കാര്യമായൊരു നിയമപരിജ്ഞാനമില്ലെങ്കിലും ഈ വിധി പ്രസ്താവവുമായി ബന്ധപ്പെട്ട് ഒരു ലേമാൻ്റെ സംശയങ്ങളുണ്ട്. ഇപ്പോൾ ഒരു അറസ്റ്റ് നിയമപരമാണോ അല്ലയോ എന്നുള്ളതായിരുന്നല്ലോ പ്രധാനമായും കോടതി പരിഗണിച്ചിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അത്ഭുതകരമാണ്. ഗൂഢാലോചന നടത്തി. ഡൽഹി ഹൈക്കോടതി പറയുകയാണ് ഗൂഢാലോചന നടത്തി, കുറ്റകൃത്യത്തിലൂടെ കിട്ടിയ പണം ഉപയോഗിച്ചു, വ്യക്തിപരമായും ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ എന്ന നിലയിലും കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു, കുറ്റവാളി എന്ന് തെളിയിക്കുന്ന ധാരാളം തെളിവുകൾ ED ഹാജരാക്കി. നോക്കൂ, ഇവിടെ ഈ അറസ്റ്റ് നിയമപരമാണോ അല്ലയോ എന്നത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട ഒരു കോടതി ഇപ്പോൾ ഇൻട്രോഗേഷൻ സ്റ്റേജിലാണ് ആ കേസ് ഉള്ളതെന്ന് പറയുന്നത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡൽഹി ഹൈക്കോടതി സ്വർണ്ണകാന്ത് മിശ്ര നടത്തിയിട്ടുള്ള പ്രസ്താവങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇതിനകത്ത് ഗൂഢാലോചന നടന്നു എന്ന് കോടതി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരു ട്രയൽ കോർട്ടിൽ പോയി ആ ട്രയൽ കോർട്ടിൽ നടക്കേണ്ട വിചാരണയിലൂടെ സ്ഥിരീകരിക്കപ്പെടേണ്ട കാര്യങ്ങളാണെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. അതെത്രമാത്രം അത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് ആ കോടതിക്ക് എത്രമാത്രം നടത്താൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഈ ഗൂഢാലോചന നടത്തി ED ധാരാളമായ ഇന്നഫ് എവിഡൻസ് പ്രൊവൈഡഡ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ധാരാളമായി ED ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ എന്ന നിലയ്ക്കും മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും വ്യക്തിപരമായും ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തി ആ കുറ്റകൃത്യത്തിലൂടെ സമാഹരിച്ച പണം ഗോവ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിച്ചു എന്ന് ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയാലും ഈ പറയുന്ന കീഴ്ക്കോടതിയുടെ ഈ കണ്ടെത്തലുകൾ മാറ്റി നിർത്തപ്പെടുകയോ അല്ലെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു വിധി പ്രസ്താവം സുപ്രീം കോടതി നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഏതായാലും ഇതൊരു ഡയറക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഇനി നടക്കാനിരിക്കുന്ന എല്ലാ വിചാരണ പ്രോസസ്സിനെയും ഈ പറയുന്ന വാക്കുകൾ സ്വാധീനിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരു അറിവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനത് പറയുന്നത്. നിയമവിദഗ്ധരാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകേണ്ടത്. മറ്റൊരു എന്നെ അത്ഭുതപ്പെടുത്തിയ ഘടകമെന്ന് പറയുന്നത് കോടതി പല കാര്യങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് ബാധകമേ അല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്, നിരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പം നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ മാപ്പുസാക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ വൈകാരികമായിട്ടാണ് കോടതി പ്രതികരിച്ചത്. 100 വർഷമായി ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ മാപ്പുസാക്ഷി ആരാന്നറിയാവോ? ഈ മാപ്പുസാക്ഷി എന്ന് പറയുന്ന കഥാപാത്രം 6 മാസം EDയുടെ കസ്റ്റഡിയിൽ കുറ്റവാളിയായിട്ടിരുന്നയാളാണ്. ഈ പറയുന്ന മദ്യനയവുമായി ബന്ധപ്പെട്ട് കുറ്റവാളിയായിട്ടിരുന്ന ഒരാളാണ് 6 മാസങ്ങൾക്ക് ശേഷം മാപ്പുസാക്ഷിയാവുകയും അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് പറയുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൊഴിയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഹാജരാക്കപ്പെടുന്നത് അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു അപ്രൂവറിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ സാഹചര്യം കോടതി പരിഗണിക്കപ്പെടേണ്ടതില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു സംവിധാനത്തിലൂടെ രാഷ്ട്രീയ പാർട്ടികൾ പണസമാഹരണം നടത്തിയിരിക്കുന്നു. അപ്പോൾ അത് തന്നെ അൺകോൺസ്റ്റിറ്റ്യൂഷണലായി മാറിയിരിക്കുന്നു. ഇനി അത് ഈ പണസമാഹരണം നടത്തുന്ന കാലഘട്ടത്തിൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലാതിരിക്കാം. പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത ആളുകളെല്ലാം തന്നെ ഏതെങ്കിലുമൊക്കെ കേസുകളിൽ പ്രതികളായിരിക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണെന്നുള്ളതും ഈ പ്രധാനപ്പെട്ട സാക്ഷി, അപ്രൂവറായി മാറിയ സാക്ഷി അത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ള ഒരാളാണെന്നുള്ളതും സാഹചര്യപരമായി കണക്കിലെടുക്കേണ്ടതില്ലേ? എനിക്ക് മനസ്സിലാകാത്ത കാര്യം അതാണ്. അപ്പോൾ ഇതൊന്നും ഈ പറയുന്ന എക്സ്റ്റേണൽ ഇഷ്യൂസ് ഒന്നും ഒരു വിഷയത്തിൽ ബാധകമല്ല എന്നുകൂടി സ്വർണ്ണകാന്ത് മിശ്ര ഇന്നിപ്പം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന അറസ്റ്റിനെ കുറിച്ചും നോക്കൂ. ഇപ്പോൾ 2019 സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവം നടത്തിയല്ലോ അയോധ്യയായിട്ട് ബന്ധപ്പെട്ട്. ആ അയോധ്യയുമായി ബന്ധപ്പെട്ട് നടത്തിയ വിധി പ്രസ്താവത്തിൽ എവിടെയെങ്കിലും ഖണ്ഡിതമായി അവിടെ രാമക്ഷേത്രമുണ്ടായിരുന്നു തെളിയിക്കപ്പെട്ടിട്ടില്ല, ഒരു രേഖയുമില്ല. എന്നിട്ട് പോലും കോടതി എന്താണ് പറഞ്ഞത്? ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പൊതുവിശ്വാസത്തെ, ഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിനുള്ള എന്നേക്കുമായ പരിഹാരം എന്ന നിലയ്ക്കാണ് അവിടെ ഈ പറയുന്ന ക്ഷേത്രം നിർമ്മിക്കാനുള്ള അനുമതി കൊടുത്തത്. അങ്ങനെയാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ, അതായത് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഭൂരിപക്ഷ പൊതുവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ പരമോന്നത കോടതി ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ കണക്കിലെടുത്തുകൊണ്ട് ഒരു വലിയ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രസിഡന്റ് നമുക്ക് മുമ്പിലുള്ളപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2-3 വലിയ പ്രശ്നങ്ങൾ. ഒന്ന് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട്. ആ ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന നൽകി സ്വാധീനിക്കുന്ന വ്യവസായികൾ. ആ വ്യവസായികളിൽ തന്നെ ഒരാൾ ഈ പറയുന്ന ഭരണപക്ഷത്തിന് എതിർ നിൽക്കുന്ന പ്രതിപക്ഷത്തെ ഒരു
പ്രധാനപ്പെട്ട നേതാവിനെ, ഒരു മുഖ്യമന്ത്രിയെ പിന്നെ മാപ്പുസാക്ഷിയാകി മാറാൻ വേണ്ടിയിട്ട് ഒറ്റുകൊടുക്കുന്ന രീതി, ഇതൊന്നും തന്നെ കണക്കിലെടുക്കാതെ ഇതെല്ലാം പുറത്തുള്ള ഘടകങ്ങളാണെന്നും കേസിൻ്റെ മെറിറ്റിൽ ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ മാത്രം നോക്കിക്കൊണ്ട് രൂപപ്പെടുന്ന ഒരു ധാർമ്മികതയല്ല. അതിനൊരു സാമൂഹിക ഉത്തരവാദിത്വമുണ്ട്, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൃത്യമായും പാലിക്കേണ്ട ഒരു ന്യായ സംവിധാനത്തിനകത്ത് അതൊന്നും ഒരു ഘടകമേ അല്ല എന്ന് പറയുന്നതിൻ്റെ ഔചിത്യവും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഇനി ഈ പറഞ്ഞ കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ടല്ലോ, ഗോവ തിരഞ്ഞെടുപ്പിന് വേണ്ടി പണം ചിലവഴിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അരവിന്ദ് കെജ്രിവാൾ വീട്ടിലേക്ക് ഈ പൈസ എടുത്തുകൊണ്ട് പോയിട്ടില്ല, അതീഷി കൊണ്ടുപോയിട്ടില്ല, അങ്ങനെ ആരെങ്കിലും ഈ പൈസ എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയതായിട്ട് ഒരു ആരോപണം നേരിടുന്നില്ല. അപ്പോൾ ഗോവ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചിലവഴിച്ചു. അപ്പോൾ അത് ഗോവ തെരഞ്ഞെടുപ്പിലേക്കുള്ള പണസമാഹരണം എങ്ങനെയാണ് നടത്തിയത്? പണസമാഹരണം നടത്തിയത് മദ്യനയത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ചില സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ലാഭമുണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗം തുറന്നു കൊടുക്കുകയും അതിനായിട്ട് കിക്ക് ബാക്കായിട്ട് 100 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തു എന്നുള്ളതാണല്ലോ ആരോപണം. ഈ ഇലക്ട്രൽ ബോണ്ട് എന്തായിരുന്നു? ഈ ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ചിരിക്കുന്ന പാർട്ടി ആരാണ്? ആ പാർട്ടി BJP ആണ്. ഏതാണ്ട് 6060 കോടി രൂപയാണ് ഇവർ സമാഹരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 47.5% ആകെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ 50% പണം പോയിരിക്കുന്നത് BJP ആണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ പണം നൽകിയ മേഘ എഞ്ചിനീയറിംഗ്, ആ മേഘ എഞ്ചിനീയറിംഗിന് ഈ പറയുന്ന താനെ ബോരേവല്ലി എന്ന് പറയുന്ന ട്വിൻ ടണലിൻ്റെ പ്രോജക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. 14,400 കോടി രൂപയാണ് ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. മേഘ എഞ്ചിനീയറിംഗിന് മാത്രമല്ല, വേദാന്തയുടെ കാര്യത്തിൽ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഹിന്ദുവിൻ്റെ കണക്ക് പ്രകാരം 335 കോടി രൂപയാണ് 30ഓളം കമ്പനികൾ BJPക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്. നമുക്കത് ഒരു ചെറിയ തുകയാണെന്ന് പറയാം, അവർക്ക് കിട്ടിയ വലിയ തുകയുമായി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ ഈ 30ഓളം കമ്പനികളുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവരെല്ലാം ED കേസിലും IT കേസിലും ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടി ഏതാണ്ട് 6060 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട്, അതായത് തെരഞ്ഞെടുപ്പ് ബോണ്ട്, തെരഞ്ഞെടുപ്പ് കടപ്പത്രം എന്ന് തന്നെയാണ് അതിൻ്റെ മലയാളം. ഇവിടെ ഇപ്പോൾ ഗോവ തെരഞ്ഞെടുപ്പിലേക്ക് ഈ വാങ്ങിച്ച പൈസ ചിലവാക്കി, അതിൻ്റെ പ്രചാരണത്തിൽ ചിലവാക്കി എന്ന് പറയുമ്പം ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ തെരഞ്ഞെടുപ്പ് ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി BJP സമാഹരിച്ചിരിക്കുന്ന 6060 കോടി രൂപയിൽ ഭൂരിഭാഗം പണവും നൽകിയിരിക്കുന്നത് വിവിധ കേസുകളിൽപ്പെട്ടവരായിരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വലിയ കോടിക്കണക്കിന്, ആയിരക്കണക്കിന് കോടി രൂപയുടെ പ്രോജക്റ്റുകൾ നൽകുകയും ചെയ്തിരിക്കുമ്പോൾ 100 കോടി രൂപയാണ് ഗോവ തെരഞ്ഞെടുപ്പിലേക്ക് ഇവരിത് വാങ്ങി ചെലവഴിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല. ഇപ്പുറത്തൊരു വലിയ മല നിൽക്കുകയാണ്, ഒരു പർവ്വതം നിൽക്കുകയാണ്. ആ പർവ്വതം എന്ന് പറയുന്നതാണ് വലിയ അഴിമതി. ആ അഴിമതി നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന യാതൊരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കണക്കാക്കാൻ തയ്യാറല്ല എന്ന് കോടതി പറയുന്നത്. അതായത് ഈ പറയുന്ന എന്താ പറയുക, 2 കണ്ണും കാണാത്തവൻ 1 കണ്ണ് കാണുന്നവനെ കുറ്റം പറയുന്നു എന്നുള്ള ആ മട്ടിലൊക്കെ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ. അതുപോലെ ഈ പറയുന്ന വലിയ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന, തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ വലിയ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിലൂടെ. അവിടെയാണ് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിനകത്ത്, അല്ലെങ്കിൽ അവരുടെ പാർട്ടി ഈ പൈസ വാങ്ങിയിട്ട് തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കണ്ടെത്തി അയാളെ ജയിലിലാക്കുന്നത് എന്നുള്ളൊരു കൗതുകരമായ കാര്യമുണ്ട്. എന്തായാലും ഈ പറയുന്ന ഇന്നത്തെ കോടതി വിധി എന്ന് പറയുന്നത് ഒട്ടും തന്നെ പ്രതീക്ഷ തരുന്നൊരു കാര്യമല്ല എന്നാണ് ആദ്യം എൻ്റെ അഭിപ്രായം. Meet the editors.